ഹലോ ഗൈസ്, നമുക്കിന്ന് അമ്പലത്തിൽ വന്നാലോ? എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങൾ അമ്പലത്തിൽ വന്നത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ പരിസരത്ത് വന്നപ്പോഴേ എനിക്ക് ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കിനും അന്നേരം തോന്നും വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. എന്നിട്ട് ഞാൻ കരുതിയത് അതൊരു പാട്ടൊക്കെ ഇട്ടൊരു റീൽ അപ്ലോഡ് ചെയ്യാനാണ്. അങ്ങനെ പാട്ടിങ്ങനെ ആലോചിച്ച് റീൽ അപ്ലോഡ് ചെയ്യാൻ എടുത്തപ്പോൾ എനിക്ക് തോന്നി അത് വോയിസ് ഓവർ ചെയ്യാം. കുറേ ആയില്ലേ വോയിസ് ഓവർ ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. സംഭവം എന്താ വെച്ചാൽ, ഈ ഇടയായിട്ട് കുറേ എസ്തെറ്റിക്കായിട്ടുള്ള എന്താ ഞാനീ പറയുന്നത് ഗൈസ്? അപ്പോൾ എന്തായാലും എസ്തെറ്റിക് വൈബ്, ഞാൻ ഉദ്ദേശിക്കുന്ന എസ്തെറ്റിക് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഇടയായിട്ട് ഈ അമ്പലം, അതിൻ്റെ പരിസരം, അരയാല്, അമ്പലക്കുളം, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു തരം സമാധാനം ഗൈസ്. ലോകത്ത് എവിടെയും കിട്ടാത്തൊരു സമാധാനം. അപ്പം അങ്ങനെ ഇപ്പോൾ കുറേ ആയിട്ട് ആ സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ മിക്ക ദിവസങ്ങളിലും അമ്പലം സന്ദർശിക്കാറുണ്ട്. എൻ്റെ കുറേ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ കാണാമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ഇടയായിട്ട് ഇച്ചിരി ഭക്തി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. എനിവേ, ഇത് നമ്മുടെ സ്വന്തം പെരുമ്പുളിക്കൽ നാട്ടിലെ ശ്രീദേവര് ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം അതിൻ്റെ പരിസരം കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്ന പോലെ എനിക്ക് തോന്നി. ഈ വാക്ക് കേട്ടിട്ട് എന്നെ ആരും അടിക്കാൻ വരണ്ട. പഴയ സിനിമകളിലൊക്കെ യൂസ് ചെയ്യുന്ന വാക്കായിരുന്നു ഗൃഹാതുരത്വം എന്ന് വെച്ചാൽ ഒരു പഴമയുടെ കാലഘട്ടത്തിലേക്ക് പോകുന്ന പോലെ. സത്യം പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്, വിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ വീഡിയോ എടുത്തിട്ടിടണമെന്ന്. ഭയങ്കര സന്തോഷം തോന്നി ഇവിടെ നിന്നപ്പോഴേ. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ, അതായത് ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെയൊക്കെ നിന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇനി നമ്മുടെ നാട്ടിലില്ലാത്തവരോട് ലൈക്ക് ചെയ്യില്ലെന്നല്ല പറഞ്ഞത്, അങ്ങനെയുള്ളവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ അമ്പലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ കുറേ ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളതിലൊരിടമാണ്. ശരിക്കും ഈ അമ്പലത്തിൻ്റെ അകവശം മാത്രമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ടേ, അതായത് ഗേറ്റിൻ്റെ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ സ്കൂൾ, ഒരു LP സ്കൂളുണ്ട്. പിന്നെ അവിടെയുണ്ട് ഒരു അരയാൽ, പിന്നെ ഒരു 3 വഴിക്കോട്ട് തിരിയുന്ന റോഡുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ കാണാനൊക്കെ ഉണ്ട്. ഗൈസ്, നിങ്ങളെൻ്റെ ലിപ്സ്റ്റിക്ക് നോക്കുക, നല്ല കളറാണ്. ഈ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. എനിക്ക് ആദ്യ സമയത്ത് ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നേ. പിന്നെ ഞാനതങ്ങ് മാറ്റിയായിരുന്നു. എനിക്കിപ്പോൾ വീണ്ടും ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഞാനത് എടുത്തിട്ട് തുടങ്ങി. ഇത് കുറച്ച് തെറ്റിപ്പൂവാണ്. അവിടെ തൊഴാൻ വന്നൊരു ചേച്ചി അവിടെ നമ്മുടെ കയ്യിൽ തന്നു. ആ പുള്ളിക്കാരി എന്തോ ധൃതി ഉള്ളതുകൊണ്ട് പോയിട്ട് നമ്മുടെ തന്നു. അപ്പോൾ അത് വെക്കാനെ കൊണ്ട് നിന്നപ്പോൾ ഞാൻ ചുമ്മാ അതിനകത്ത് ഇങ്ങനെ പെറുക്കിയൊക്കെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിയ ഷോ കാണിച്ചതാണ് സത്യത്തിൽ. എനിവേ, നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മളിനി എല്ലാ ദിവസവും ഇതുപോലെ കുഞ്ഞു കാര്യങ്ങൾ എടുത്ത് വീഡിയോ ഇടാം. സമയക്കുറവ് കാരണമാണ് ഞാൻ ഇപ്പോൾ ഇച്ചിരി പുറകോട്ടായത്. പക്ഷേ നമ്മൾ വീണ്ടും ബാക്ക് ടു ലൈഫ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഇനി എന്നും വരുന്നതായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യില്ലേ, കമൻറ്റ് ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ ബൈ, അടുത്ത ദിവസം കാണാം.